പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജനുവരി 3 വെള്ളി. പ്രധാന വാർത്തകൾ. ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ചുവന്ന ഭക്ഷ്യോൽപ്പന്ന കേന്ദ്രങ്ങൾ കണ്ടെത്തി. വടക്കൻ പാത്തിന നഗരസഭ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനം കണ്ടെത്തിയത്. പരിശോധനാ വേളയിൽ ചെറുതും വലുതുമായ നിയമലംഘനങ്ങൾ കണ്ടെത്തി. ഗുരുതരമല്ലാത്ത നിയമലംഘനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ചില കേസുകളിൽ നടപടിയും സ്വീകരിച്ചു. സ്ഥാപനങ്ങൾക്ക് മതിയായ സുരക്ഷയും ശുചിത്വവും പാലിക്കാത്തവർക്കെതിരെയും അധികൃതരുടെ നടപടിയുണ്ട്. കുവൈത്തിൽ നടക്കുന്ന അറേബ്യൻ ഗൾഫ് കപ്പ് ഫൈനലിൽ പങ്കെടുക്കാൻ ഒമാനി കാൽപന്ത് പ്രേമികൾക്ക് 100 സൗജന്യ എയർ ടിക്കറ്റുമായി ഒമാൻ എയർ. താരങ്ങൾക്ക് ആവേശം പകരാൻ സ്റ്റേഡിയത്തിലേക്ക് കൂടുതൽ ഒമാനി ആരാധകരെ എത്തിക്കുകയാണ് ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഒരു ദിവസത്തെ താമസ പരിധിയിൽ ഒരു ഇക്കണോമിക്സ് ക്ലാസ് ടിക്കറ്റുകളാണ് നൽകുക. ജനുവരി 2 മുതൽ 4 വരെ മാത്രമായിരിക്കും ഈ ഓഫർ ലഭ്യമാകുകയുള്ളൂ. വിമാനത്താവള നികുതികളും സർചാർജുകളും മറ്റു ബാധകമായ ഫീസും ഈടാക്കും. ജനുവരി 4, 5 ദിവസങ്ങളിൽ മാത്രമായിരിക്കും യാത്രാ അനുമതി. കുട്ടികൾക്കും ശിശുക്കൾക്കും ഇളവ് ലഭിക്കില്ല. 7 കിലോ ക്യാബിൻ ബാഗ് കൊണ്ടുപോകാം. ചെക്കിംഗ് ബാഗേജ് സൗകര്യം ഉണ്ടാവില്ല. കോഡ് ഷെയറും ഇന്റർലൈൻ പങ്കാളി ഫ്ലൈറ്റുകളിലും ഈ ഓഫർ ലഭ്യമായിരിക്കില്ല. ഒമാൻ എയർ വെബ്സൈറ്റിലോ മൊബൈൽ ആപ്പിലോ ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമായി ഈ ഓഫർ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അറേബ്യൻ ഗൾഫ് കപ്പിന്റെ സെമിയിൽ ശക്തരായ സൗദിയെ 2-1 തകർത്താണ് ഒമാൻ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുന്നത്. നാളെ നടക്കുന്ന ഫൈനലിൽ ബഹ്റൈനാണ് എതിരാളികൾ. ഫൈനൽ കാണാനായി കൂടുതൽ ഒമാൻ ആരാധകർ കുവൈത്തിലേക്ക് ഒഴുകുമെന്നാണ് കാണുന്നത്. സൗദി അറേബ്യക്കെതിരെ സെമി ഫൈനലിലേക്ക് 3 പ്രത്യേക വിമാനങ്ങളിലായി 100 കണക്കിന് ആരാധകരെ ഒമാൻ ഫുട്ബോൾ അസോസിയേഷൻ കുവൈത്തിന്റെ മണ്ണിൽ എത്തിച്ചിരുന്നു. ഇൻകാസ് ദോഫാറിന്റെ വാർഷിക കലണ്ടർ പ്രകാശനം ആലപ്പുഴ എംപിയും കോൺഗ്രസ് ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറിയുമായ KC വേണുഗോപാൽ നാട്ടിൽ നടന്ന ചടങ്ങിൽ നിർവഹിച്ചു. ഇൻകാസ് ദോഫാർ പ്രസിഡന്റ് D ഹരികുമാർ, വൈസ് പ്രസിഡന്റ് ഹരീഷ് കുമാർ സന്നിഹിതരായിരുന്നു. സലാലയിലെ വിതരണോദ്ഘാടനം ഇൻകാസ് ദോഫാർ മീഡിയ സെൽ കൺവീനർ സിറാജുദ്ദീൻ സ്പോൺസർ ആദിൽ അഷ്റഫിന് നൽകി നിർവഹിച്ചു. ഷിജു ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ഹരീഷ് കുമാർ സ്വാഗതവും വിജയകുമാരൻ നന്ദിയും പറഞ്ഞു. സീനിയർ സെക്രട്ടറി സലീം മുഖ്യപ്രഭാഷണം നടത്തി. ഷറഫുദ്ദീൻ, റെന്നി, ഷൈൻ കോയ, സിറാജ്, ലക്ഷ്മി, ലിനിയ എന്നിവർ സംസാരിച്ചു. ഒമാനിൽ വാട്ടർ ടാക്സി പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഗതാഗത വാർത്താ വിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം കടൽ സഞ്ചാരത്തിന് അവസരമൊരുക്കിയ ടാക്സി സർവീസ് ഏർപ്പെടുത്തുന്നത് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ വാട്ടർ ടാക്സി സംവിധാനം ഗുണം ചെയ്യുമെന്നാണ് മന്ത്രാലയം പ്രതീക്ഷിക്കുന്നത്. നേരത്തെ പ്രഖ്യാപിച്ച പദ്ധതിയുടെ ടെൻഡർ നടപടികളിലേക്ക് കടക്കുകയാണ് അധികൃതർ. മെട്രോ ഉൾപ്പെടെയുള്ള ഗ്രേറ്റർ മസ്കത്ത് സ്ട്രക്ചർ പ്ലാൻ അനുബന്ധമായാണ് വാട്ടർ ടാക്സിയും ഏർപ്പെടുത്തുന്നത്. ഇതിനായി നിക്ഷേപകരെ ക്ഷണിച്ചിരിക്കുകയാണ്. അടുത്ത മാസം 9 മുമ്പായി മന്ത്രാലയത്തിൽ നിന്നും രേഖകൾ കൈപ്പറ്റണം. മേഖലയിൽ പരിചയസമ്പത്തുള്ള കമ്പനികൾക്കായിരിക്കും മുൻഗണന നൽകുക. സുരക്ഷിതമായ കടൽ സഞ്ചാര ടൂറിസമാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു. പദ്ധതിയിൽ നിക്ഷേപം ഇറക്കാൻ സന്നദ്ധരാകുന്നവർക്ക് പ്രത്യേക സംവിധാനം ഒരുക്കും. പദ്ധതി സംബന്ധിച്ച് ഗതാഗത വാർത്താവിനിമയ മന്ത്രാലയം നേരത്തെ പഠനം നടത്തിയിരുന്നു. മസീറയിൽ ആണ് ആദ്യഘട്ടത്തിൽ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ മസ്കത്തിൽ പദ്ധതി വിജയിക്കുന്ന ഘട്ടത്തിൽ രാജ്യത്തിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വാട്ടർ ടാക്സികൾ വ്യാപിച്ചേക്കും. ഗ്രേറ്റർ മസ്കത്ത് വൈവിധ്യവൽക്കരിക്കപ്പെട്ട സാമ്പത്തിക അടിത്തറയോടെയാണ് ഗ്രേറ്റർ മസ്കത്ത് പ്രവർത്തിക്കുക. സമീപത്തെ ബർക്കയെ കൂടി ഉൾപ്പെടുത്തിയായിരിക്കും ഈ രൂപമാറ്റം. ധനകാര്യം, സാമ്പത്തികം, സമ്പദ്ഘടന അടിസ്ഥാനമാക്കിയുള്ള നൂതനത്വം എന്നിവയുടെ കേന്ദ്രമാകും മസ്കത്ത്. മാത്രമല്ല ലോജിസ്റ്റിക്, ടൂറിസം എന്നിവയുടെ കേന്ദ്രവുമാകും. GCC തലത്തിൽ തന്നെ മുന്നേഗമിക്കുന്ന നഗരമായി മസ്കത്ത് മാറും. ജീവിക്കാനും തൊഴിലെടുക്കാനും ആനന്ദിക്കാനുമുള്ള മസ്കത്തിന്റെ സ്വതസിദ്ധമായ പ്രത്യേകതകളാണ് ഇതിന് പ്രധാന കാരണം. ഇതിന്റെ ഭാഗമായാണ് മെട്രോയും വാട്ടർ ടാക്സികളും അധികൃതർ നടപ്പിലാക്കുന്നത്. ശൈത്യകാലം ആരംഭിച്ചതോടെ ക്യാമ്പിംഗും സജീവമായി. തെക്കൻ പാത്തിന ഗവർണറേറ്റിലെ വിവിധ വിലായത്തുകളിൽ 220 ക്യാമ്പുകളും
കാബിനുകളും രജിസ്റ്റർ ചെയ്തതായി മുനിസിപ്പാലിറ്റി അറിയിച്ചു. രജിസ്ട്രേഷനിലുണ്ടായ വർധന തെക്കൻ പാത്തിന ശൈത്യകാല വിനോദസഞ്ചാര കേന്ദ്രമായി മാറുന്നതിന്റെ തെളിവാണ്. മാർച്ച് വരെ നീളുന്ന ക്യാമ്പിംഗ് കാലത്ത് കൂടുതൽ രജിസ്ട്രേഷൻ എത്തിയത് ബർഖയിലാണ്. 150 ക്യാമ്പുകൾ, നഖ്ലയിൽ 54 ക്യാമ്പുകളും, മുസന്നയിൽ 10 ക്യാമ്പുകളും, റുസ്താഖിൽ 6 ക്യാമ്പുകളും രജിസ്റ്റർ ചെയ്തു. ഗവർണറേറ്റിലെ ക്യാമ്പുകൾ സന്ദർശിക്കുന്നവർക്ക് വൈവിധ്യമാർന്ന പ്രകൃതി ദൃശ്യങ്ങളും സാംസ്കാരിക പൈതൃകവും അനുഭവിക്കാനുള്ള അവസരം ഒരുക്കുന്നു. ഔട്ട്ഡോർ ക്യാമ്പുകൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നേരത്തെ നഗരസഭ പുറത്തുവിട്ടിരുന്നു. 48 മണിക്കൂറിലധികം നേരത്തേക്ക് ക്യാമ്പുകൾ അനുവദിക്കുന്നില്ലെന്ന് അധികൃതർ അറിയിച്ചു. കാരവൻ, ടെന്റ് എന്നിവയ്ക്കും ഇത് ബാധകമാണ്. അതേസമയം 100 റിയാൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നൽകി പ്രത്യേക അനുമതി നേടി 48 മണിക്കൂറിലധികം ക്യാമ്പ് നടത്താം. ഈ അനുമതി പ്രകാരം 7 രാത്രി വരെ ക്യാമ്പ് നടത്താവുന്നതാണ്. മാത്രമല്ല, നടപടിക്രമങ്ങൾക്ക് ശേഷം ദീർഘിപ്പിക്കാവുന്നതുമാണ്. മുനിസിപ്പാലിറ്റി നിശ്ചയിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ക്യാമ്പ് പാടുകയുള്ളൂ. ഓരോ ക്യാമ്പ് സൈറ്റുമായി 5 മീറ്ററിൽ കുറയാത്ത അകലമുണ്ടായിരിക്കണം. ബീച്ചുമായും നിശ്ചിത അകലം വേണം. മത്സ്യബന്ധനക്കാരുടെയും സുരക്ഷാ അധികൃതർ വിലക്കേർപ്പെടുത്തിയ സ്ഥലങ്ങളിലും ക്യാമ്പിംഗ് പാടില്ല. പാർപ്പിട കേന്ദ്രങ്ങളിൽ നിന്ന് കുറഞ്ഞത് 100 മീറ്റർ അകലെ ആയിരിക്കണം. ക്യാമ്പിംഗ് സമയം സ്ഥലം വൃത്തിയായി സൂക്ഷിക്കണം. നിലവാരം കുറഞ്ഞ മൊബൈൽ ടോയ്ലറ്റുകൾ ഉപയോഗിക്കരുത്. വിളകൾക്കും കാട്ടുസസ്യങ്ങൾക്കും നാശനഷ്ടമുണ്ടാക്കരുത്. ക്യാമ്പിംഗ് സ്ഥലത്തെ പ്രകൃതിയിൽ എന്തെങ്കിലും പരിഷ്കരണങ്ങൾ വരുത്തുകയോ വൃത്തിഹീനമായ തടസ്സങ്ങൾ വയ്ക്കുകയോ ചെയ്യരുത്. മാലിന്യങ്ങൾ കത്തിക്കുകയോ കൂട്ടിയിടുകയോ ചെയ്യരുത്. ക്യാമ്പിംഗ് ലൈസൻസ് നേടിയയാളാണ് ഓരോ സൈറ്റിലും മുഴുവൻ സമയവും സുരക്ഷാ ഉപകരണങ്ങളും മറ്റും നൽകേണ്ടത്. അനുവദിച്ച ലൈസൻസിന്റെ നമ്പർ കാരവന്റെയോ ടെന്റിന്റെയോ ഇരിക്കുന്ന സ്ഥലത്തിന്റെയോ മുന്നിൽ എഴുതി പ്രദർശിപ്പിക്കണം. ലൈസൻസ് ലഭിച്ചവർ മറ്റൊരാൾക്ക് കൈമാറരുത്. ലൈസൻസിൽ പ്രതിപാദിച്ച ആവശ്യത്തിനല്ലാതെ സൈറ്റ് ഉപയോഗിക്കരുത്. മുകളിൽ പ്രതിപാദിച്ച നിർദ്ദേശങ്ങളിലൊന്ന് പാലിച്ചില്ലെങ്കിൽ 50 റിയാൽ പിഴ ചുമത്തും. ലൈസൻസ് ഇല്ലാതെ ക്യാമ്പ് നടത്തിയാൽ 200 റിയാൽ പിഴ ഈടാക്കും. ലംഘനം ആവർത്തിക്കുകയും നിർദ്ദേശം പാലിക്കുകയും ചെയ്യാതിരുന്നാൽ കാരവനും ടെന്റും ക്യാമ്പുമെല്ലാം നീക്കം ചെയ്യുമെന്നും ഉത്തരവിൽ പറയുന്നു. 2025 വർഷത്തേക്കുള്ള രാജ്യത്തിന്റെ പൊതുബജറ്റ് പ്രഖ്യാപിച്ച് ധനമന്ത്രാലയം. സാമൂഹിക ക്ഷേമത്തിനും സാമ്പത്തിക സ്ഥിരതയ്ക്കും മുൻഗണന നൽകി സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടുകയെന്ന സുപ്രധാന ലക്ഷ്യത്തിലാണ് ഈ വർഷത്തെ പൊതുബജറ്റെന്ന് ധനമന്ത്രി സുൽത്താൻ സാലിം അൽ ഹബ്സി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാ വ്യവസ്ഥകളും തയ്യാറാകുന്നതുവരെ ഒമാനിൽ വ്യക്തികൾക്ക് ആദായനികുതി ഏർപ്പെടുത്തില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. എന്നാൽ ആദായനികുതി ചുമത്തുന്നതിന് പകരം മൂല്യവർദ്ധിത നികുതി ഉയർത്താനുള്ള നിർദ്ദേശത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വാറ്റ് വർദ്ധിപ്പിക്കുന്നതിന് എല്ലാവരെയും ബാധിക്കുന്നതാണെന്നും അതേസമയം ആദായനികുതി 30,000 റിയാലിന് മുകളിൽ വാർഷിക വരുമാനമുള്ള ജനസംഖ്യയിൽ 1% മാത്രം ബാധിക്കുന്നതാണെന്നും സാലിം അൽ ഹബ്സി മറുപടി പറഞ്ഞു. 11.18 ബില്യൺ ഒമാനി റിയാലാണ് ഈ വർഷത്തെ ബജറ്റിൽ കണക്കാക്കുന്ന വരുമാനം. ചെലവാകട്ടെ 11.8 ബില്യൺ ഒമാനി റിയാലും. രൂപമാറ്റം സംഭവിക്കുന്ന ആഗോള ആഭ്യന്തര സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിലും രാഷ്ട്രവികസനം പുഷ്കലമാക്കാനുള്ള ജാഗ്രതയുള്ളതെങ്കിലും അഭിലാഷപൂർണമായ സമീപനമാണ് ബജറ്റ് പ്രതിഫലിപ്പിക്കുന്നത്. സാമ്പത്തിക സുസ്ഥിരത, സാമ്പത്തിക വളർച്ച എന്നിവയിലുള്ള സർക്കാരിന്റെ തുടർശ്രദ്ധാ കേന്ദ്രീകരണം തന്നെയാണ് ബജറ്റിന്റെ ആത്മാവ്. സുസ്ഥിര വിലകളിൽ ഏറ്റവും ചുരുങ്ങിയത് 3% യഥാർത്ഥ GDP വളർച്ച നേടാൻ ബജറ്റ് ലക്ഷ്യം വയ്ക്കുന്നു. രാജ്യത്തിന്റെ വിശാലമായ സാമ്പത്തിക വരുമാന വൈവിധ്യ പദ്ധതിക്കൊപ്പമാണ് വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് രാജ്യത്തെ വിവിധ പ്രവിശ്യകൾക്ക് ആവശ്യമായ വിഭവങ്ങൾ അനുവദിക്കുന്നതും പദ്ധതിയിലുണ്ട്. അങ്ങനെ വളർച്ചയിൽ എല്ലാവരെയും ഉൾക്കൊള്ളിക്കാനും രാജ്യത്തെ എല്ലാ മേഖലകൾക്കും അതിന്റെ പ്രയോജനം ലഭ്യമാക്കാനും സാധിക്കും. ഈ പദ്ധതികളിലെല്ലാം ഫലവത്താകുന്നതിന് ശരാശരി എണ്ണവില ബാരലിന് $60 എന്നതെങ്കിലും പ്രതിദിന ഉൽപ്പാദനം 1001 മില്യൺ ബാരൽ എന്നതിലും അടിസ്ഥാനമാക്കിയാണ് ബജറ്റ് ചിട്ടപ്പെടുത്തിയത്. യാഥാസ്ഥിതികമല്ലെങ്കിലും യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്ന ഈ കണക്കാക്കലിലൂടെ 2024 അപേക്ഷിച്ച് 1.5% അധികം വരുമാനം നേടാനാകും. ചാഞ്ചാടുന്ന എണ്ണ വിപണിയിലുള്ള ആശ്രിതത്വം കുറച്ച് എണ്ണയിതര വരുമാന സ്രോതസ്സുകൾ വ്യാപകമാക്കാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത തന്നെയാണ് വ്യക്തമാക്കുന്നത്. മൊത്തം ചെലവ് 1.3% ഉയർന്ന്
11.8 ബില്യൺ ഒമാനി റിയാലാകുമെന്നാണ് ബജറ്റ് കണക്കുകൂട്ടുന്നത്. അതായത് 620 മില്യൺ റിയാലിന്റെ കമ്മി കൈകാര്യം ചെയ്യാനാകും. ഇത് മൊത്തം വരുമാനത്തിന്റെ 5.5% വരിക. 2024 അപേക്ഷിച്ച് കമ്മിയിൽ 3.1% കുറവുണ്ട്. ഒമാന്റെ സാമ്പത്തിക അച്ചടക്കമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. വർദ്ധിച്ച ചെലവിന്റെ ഒരു ഭാഗം പൊതുകടം പരിഹരിക്കുന്നതിനാണ്. $915 മില്യൺ ഇതിന് ചെലവാകുക. ബാക്കി വിഭവങ്ങൾ ദീർഘകാല വികസന ഫലം വാഗ്ദാനം ചെയ്യുന്ന മേഖലകളിലേക്ക് വഴുതി തിരിച്ചുവിടും. മൊത്തം ചെലവിന്റെ 42% സാമൂഹിക ക്ഷേമത്തിനും ആവശ്യ മേഖലകൾക്കും അനുവദിച്ചതിലൂടെ സാമൂഹിക ക്ഷേമത്തിന് ശക്തമായ ഊന്നലാണ് ബജറ്റ് നൽകുന്നത്. ഇതിൽ വലിയ ഭാഗം 39% വിദ്യാഭ്യാസത്തിനാണ് പോകുക. 28% സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്കും 24% ആരോഗ്യ സുരക്ഷാ മേഖലയ്ക്കും അനുവദിക്കും. പുറമെ 557 മില്യൺ റിയാൽ സാമൂഹിക സുരക്ഷാ പദ്ധതിക്കും അനുവദിച്ചു. ഇൻഷുറൻസ് കവറേജ് ശക്തിപ്പെടുത്താനും സമൂഹത്തിലെ ആലംബഹീനർക്ക് തുല്യമായ സഹായം നൽകാനും ലക്ഷ്യമിട്ടാണിത്. 1.14 ബില്യൺ റിയാൽ വികസന പദ്ധതികൾക്കായി അനുവദിച്ചു. പശ്ചാത്തല വികസനവും അടിസ്ഥാന സേവനങ്ങളും സുപ്രധാനമായതിനാൽ 2.345 ബില്യൺ റിയാൽ അനുവദിച്ചിട്ടുണ്ട്. അവ താഴെ നൽകുന്നു. സാമൂഹിക സുരക്ഷാ പദ്ധതികൾ 577 മില്യൺ റിയാൽ, വൈദ്യുതി മേഖല 520 മില്യൺ റിയാൽ, വെള്ളം മലിനജല സൗകര്യം 194 മില്യൺ റിയാൽ, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സബ്സിഡി 35 മില്യൺ റിയാൽ, അവശ്യ ഭക്ഷ്യവസ്തുക്കൾക്കുള്ള സഹായം 15 മില്യൺ റിയാൽ, വളർച്ച ത്വരിതപ്പെടുത്തുന്ന സംരംഭങ്ങൾക്കായി അധിക വരുമാനത്തിൽ നിന്ന് 468 മില്യൺ റിയാൽ കണ്ടിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യം, പാർപ്പിടം, നഗരവികസനം, കൂടുതൽ പൗരന്മാർക്ക് സ്വന്തം വീട്, പാർപ്പിട മേഖലയുടെ വികസനം എന്നിവയ്ക്ക് ചെലവഴിക്കും. പൊതുസ്വകാര്യ മേഖലകളിൽ തൊഴിലവസരം സൃഷ്ടിക്കാനുള്ള സർക്കാരിന്റെ തൊഴിൽ പദ്ധതി ഈ വർഷം തുടരും. ഒമാനിലെ ഇന്ത്യൻ സ്കൂളിലും ഇന്ത്യയുടെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നു. NEP അനുസരിച്ച് അക്കാദമിക് ഘടന 5+3+3+4 എന്ന സംവിധാനത്തിലേക്ക് പുനർനിർവചിക്കപ്പെട്ടതായും കുട്ടിയുടെ വികസനത്തിന്റെ വിവിധ ഘട്ടങ്ങളിലുടനീളം വിദ്യാഭ്യാസത്തോടുള്ള സമഗ്രമായ സമീപനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഈ ഘടന ഇന്ത്യൻ അധികൃതർ ഒരുക്കിയിരിക്കുന്നതെന്നും ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് കിൻഡർഗാർട്ടൻ നിലവിലുള്ള 2 വർഷ ഘടനയിൽ നിന്ന് 3 വർഷമാകും എന്നതാണ് പ്രധാന മാറ്റം. 3 മുതൽ 6 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് 3 വർഷത്തെ കിൻഡർഗാർട്ടൻ, 6 മുതൽ 8 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് 1-2 ക്ലാസുകളിലുമാണ് ഉൾപ്പെടുക. പ്രിപ്പറേറ്ററി സ്റ്റേജിൽ 8 മുതൽ 11 വയസ്സുവരെയുള്ള വിദ്യാർത്ഥികൾക്ക് 3 മുതൽ 5 വരെ ക്ലാസുകളും, 11 മുതൽ 14 വയസ്സുവരെയുള്ള മിഡിൽ സ്റ്റേജിൽ 6 മുതൽ 8 വരെ ക്ലാസുകളും, 14 മുതൽ 18 വയസ്സുവരെയുള്ള 9 മുതൽ 12 വരെയുള്ള ക്ലാസുകളിൽ സെക്കൻഡറി ഘട്ടവും ഉൾപ്പെടും. ഒമാനിലെ ഇന്ത്യൻ സ്കൂളിലുടനീളം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസ അനുഭവം പുനർനിർവചിക്കുന്നതിനുള്ള ഒരു പരിപ്രവർത്തന ഘട്ടത്തെ പ്രതിനിധീകരിക്കുന്നതാണെന്ന് ഡയറക്ടർ ബോർഡ് ചെയർമാൻ ഡോക്ടർ ശിവകുമാർ മാണിക്യം പറഞ്ഞു. ആഗോള നിലവാരവുമായി യോജിപ്പിച്ച് ഉയർന്ന വിദ്യാഭ്യാസം നൽകാനുള്ള ഞങ്ങളുടെ അചഞ്ചലമായ അർപ്പണബോധം രക്ഷിതാക്കൾക്ക് ഉറപ്പു നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 2025-26 അധ്യയന വർഷം മുതൽ പ്രാബല്യത്തിൽ വരുന്ന NEPയുടെ ഭാഗമായി ഒമാനിലെ ഇന്ത്യൻ സ്കൂളിൽ ബാൽവതിക ഏപ്രിൽ 1 മുതൽ നടപ്പിലാക്കും. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷനുകൾ ചുവടെയുള്ള പ്രകാരം 2025 മാർച്ച് 31 വരെയുള്ള കർശനമായ പ്രായ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും നടപ്പാക്കുക. ബാൽവതിക 3 വയസ്സ് പ്രായമുള്ള കുട്ടികൾ, KG1 4 വയസ്സ് പ്രായമുള്ള കുട്ടികൾ, KG2 5 വയസ്സുള്ള കുട്ടികൾ, ക്ലാസ് 1 6 വയസ്സുള്ള കുട്ടികൾ. ഇന്റർ സ്കൂൾ ട്രാൻസ്ഫറുകൾക്കുള്ള പ്രവേശനത്തിന് സാധുവായ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റുകൾ ആവശ്യമാണ്. അതേസമയം നിലവിൽ എൻറോൾ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള പ്രൊമോഷൻ യഥാക്രമം KG1 മുതൽ KG2 വരെയും KG2 മുതൽ ക്ലാസ് 1 വരെയും നിലവിലെ
സമ്പ്രദായമനുസരിച്ച് തുടരുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു. ഒമാനിലെ ഇന്ത്യൻ പ്രവാസി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനായി NEP-യിൽ പറഞ്ഞിരിക്കുന്ന വിദ്യാഭ്യാസ നിലവാരങ്ങൾ പാലിക്കുന്നതിനുള്ള ബോർഡിന്റെ സമർപ്പണത്തെയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നതെന്നും അതായത് സ്കൂളുകളിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കണമെന്നും രക്ഷിതാക്കളോട് ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് ആവശ്യപ്പെട്ടു. വടക്കൻ ഗവർണറേറ്റുകളിൽ ഭാഗികമായി മഴ ലഭിച്ചു. മുസന്തം ഗവർണറേറ്റിലും മസ്കത്ത് തെക്കൻ ബാത്തിന ഗവർണറേറ്റുകളുടെ തീരപ്രദേശങ്ങളിലുമാണ് ഒറ്റപ്പെട്ട മഴ പെയ്തത്. ഉൾഗ്രാമങ്ങളുടെ ചിലയിടങ്ങളിൽ നേരിയ തോതിൽ വെള്ളം കയറി. മഴ ലഭിച്ച പ്രദേശങ്ങളിലെല്ലാം രാവിലെ മുതൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. വടക്കൻ ഗവർണറേറ്റുകളിൽ മേഘാവൃതം തുടരുന്നതിനാൽ വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് മെറ്റീരിയോളജി അറിയിച്ചു. മഴയെ തുടർന്ന് താപനിലയിൽ വിവിധ പ്രദേശങ്ങളിൽ പ്രകടമായ മാറ്റം വന്നിട്ടുണ്ട്. ഞായറാഴ്ച വരെ തണുത്ത കാലാവസ്ഥ ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഒമാൻ മെറ്റ് ഓഫീസ് അറിയിച്ചു. മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ശനിയാഴ്ച ആണ് തണുപ്പ് ഏറ്റവും കൂടുതൽ കരുത്താർജിക്കുക. ഞായറാഴ്ചയിൽ അത് തീവ്രമാകുമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നു. പർവ്വത പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റും വീശിയേക്കും. പൊടി ഉയരുന്നതിനാൽ ദൂരക്കാഴ്ചയെയും ബാധിച്ചേക്കും. കടൽ പ്രക്ഷുബ്ധമാകുകയും ചെയ്യും. ഉയർന്ന കാറ്റ്, പ്രക്ഷുബ്ധമായ കടൽ, ദൃശ്യപരത കുറയൽ എന്നിവയിൽ നിന്നുള്ള അപകട സാധ്യതകൾ കാരണം ഈ പ്രദേശങ്ങളിൽ യാത്രക്കാർ ജാഗ്രത പാലിക്കണം. ശക്തമായ കാറ്റും കടൽക്ഷോഭവും ഉള്ള സമയങ്ങളിൽ ഔട്ട്ഡോർ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.